ഹായ് പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ അടുത്തെത്താനായല്ലോ. എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുകളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നതാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പരമാവധി ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ ക്ലാസ്സിൻ്റെ തൊട്ടു മുന്നേ 2019 ഇംപ്രൂവ്മെൻറ്റിൻ്റെ ചില സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ്, 2018 ഇംപ്രൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ചില സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നാം 2017 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷനിൽ ചോദിച്ച ചില സെലക്ട് ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ക്വസ്റ്റ്യൻ പാറ്റേണുകളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. എല്ലാവരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും നന്നായിട്ട് കേൾക്കുക. ഞാൻ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണിക്കുന്നുണ്ട്, വായിച്ച് വീണ്ടും വീണ്ടും കൃത്യമായി മനസ്സിലാക്കുക. എ പ്രൊജക്ടൈൽ. യെസ്, ഏതാ ചാപ്റ്റർ? മോഷൻ ഇൻ എ പ്ലെയിൻ. എല്ലാവരുടെ മൈൻഡും അവിടേക്ക് ഉടനെ എത്തണം. എ പ്രൊജക്ടൈൽ ഈസ് എനി ബോഡി that is given an initial velocity and then follows a path determined entirely by the effects of gravitational acceleration and air resistance. ഡൗട്ടൊന്നുമില്ലല്ലോ. അതായത് എയർ റെസിസ്റ്റൻസിൻ്റെയും ഗ്രാവിറ്റേഷണലിൻ്റെയും എഫക്റ്റ് കൊണ്ട് അല്ലേ കൃത്യമായിട്ട് നമ്മൾ ഇനീഷ്യലി ഒരു വെലോസിറ്റി അപ്ലൈ ചെയ്യുകയും ദെൻ കൃത്യമായിട്ട് അയാൾ ഒരു വൃത്തിയായ ഒരു പാത്തിലൂടെ എങ്ങനെ മൂവ് ചെയ്യും. ആ പാത്തൊന്നും ഇപ്പോൾ പറയില്ല കേട്ടോ. ഒരു കൃത്യമായ ഒരു പാത നിർണയിക്കപ്പെടുകയും ചെയ്യുന്ന ആ കണ്ടീഷനിനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇനീഷ്യലി ഒരു വെലോസിറ്റി കൊടുക്കുകയും പിന്നീട് എക്സലറേഷൻ്റെയും എയർ റെസിസ്റ്റൻസിൻ്റെയും റിസൾട്ട് ഫലമായിട്ട് കൃത്യമായിട്ടൊരു പാത്ത് ഫിക്സ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് മീൻസ് പ്രൊജക്ടൈൽ. ഡൗട്ടില്ല, ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. ദി പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് ഡാഷ്. The path of a projectile is dash. ഓപ്ഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് എന്തോന്ന് ഓപ്ഷൻ? സ്ട്രെയിറ്റ് ലൈൻ, പരാബോള, സർക്കിൾ, സെമി സർക്കിൾ, ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒരു ഡൗട്ടുമില്ല, എന്താണ്? പരാബോളയാണ് ആൻസർ. തറോ ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടൈം to reach maximum height and hence the time of flight of a projectile എന്ന ചോദ്യം 2 മാർക്കിന്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ പറയാനുള്ള റീസൺ, പല പബ്ലിക് എക്സാമുകൾക്കും ടൈമും റേഞ്ചും ഹൈറ്റും കാണാനുള്ള ക്വസ്റ്റ്യൻ ഒട്ടുമിക്ക വർഷങ്ങളിലും വന്നിട്ടുണ്ട്. ഡെറിവേഷൻ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ചെയ്ത് സമയം കളയുന്നില്ല, കാരണം എല്ലാവരും പഠിച്ചു കഴിഞ്ഞതാണെന്ന് അറിയാം. നിങ്ങൾക്ക് വേണ്ടത് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസും അതുപോലെ ചില പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത ചില ക്വസ്റ്റ്യൻസുകളൊക്കെ വേണ്ടത്. ഇത് പല പബ്ലിക് എക്സാമിനും ചോദിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളെ ഒന്നുകൂടി ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഞാൻ ഡെറിവേഷനിലേക്ക് കടക്കുന്നില്ല. ഡെറിവേഷൻ കൃത്യമായി ചെയ്തു പഠിക്കുക. സിമ്പിൾ ഡെറിവേഷനാണ്, നിങ്ങൾക്കറിയാം. ഇനി ഈ 3 പോയിന്റുകൾ ഒരു കാരണവശാലും ഒരു കുട്ടി പോലും മറക്കരുത്. ഫസ്റ്റ്, ടൈം കാണാനുള്ള ഇക്വേഷൻ 2v0 sin θ/g എന്ന ഇക്വേഷൻ കൃത്യമായി പഠിക്കണം. T is the time, v0 ഇനീഷ്യൽ വെലോസിറ്റി ആണ്, g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അടുത്തത് ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ h=v0² sin² θ/2g. മറക്കരുത്, തറോ ആയിരിക്കണം. r=v0² sin 2θ/g. sin 2θ/g. ഈ 3 ഇക്വേഷനും മക്കൾസിന് തറോ ആയിരിക്കണം. ഒരിക്കൽ കൂടി നമുക്ക് പറയാം, എൻ്റെ കൂടെ പറഞ്ഞങ്ങോട്ട് പഠിക്കൂ. t=2v0 sin θ/g, h=v0² sin² θ/2g, r=v0² sin 2θ/g. ഈ 3 ഇക്വേഷൻ, ടൈം, ഹൈറ്റ്, റേഞ്ച്, ഈ 3 ഇക്വേഷൻ തറോ
തറോ ആയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചോദ്യത്തിലേക്ക് വരാം. മൂന്നാമത്തെ ചോദ്യം, എ ബേസ്ബോൾ ലീവ്സ് എ ബാറ്റ്. അതിലേക്കാണ് വരുന്ന പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. എ ബേസ്ബോൾ ലീവ്സ് എ ബാറ്റ് വിത്ത് ആൻ ഇനീഷ്യൽ സ്പീഡ് ഓഫ് 37 മീറ്റർ പെർ സെക്കൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 53.1 ഡിഗ്രി. ഇതാണ് ചോദ്യം. എന്താണ് മലയാളം? ഒരു ബേസ്ബോൾ പ്രവേഗം ഇനീഷ്യൽ വെലോസിറ്റി 37 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതായത് ഇനീഷ്യൽ വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ V0 ആണ്. ദാറ്റ് ഈസ് 37 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മാത്രമല്ല ആ 37 മീറ്റർ പെർ സെക്കൻഡും 53.1 ഡിഗ്രി ആംഗിളും വരുന്ന രീതിയിൽ സഞ്ചരിക്കുന്നു. A baseball leaves a bat with an initial speed of 37 meter per second at an angle 53.1 ഡിഗ്രി എന്ന് കൃത്യമായി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് θ0 ആ സിറ്റുവേഷനിലുള്ള ആ ടൈമിലുള്ള തീറ്റ ദാറ്റ് ഈസ് 53.1 എന്ന് നമുക്ക് കൃത്യമായി തന്നിട്ട് 1 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ചോദ്യം, ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് ദി ബോൾ. ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് ദി ബോൾ. ആ ബോളിൻ്റെ പൊസിഷൻ കാണണം. എപ്പോൾ? വെൻ t equal to 2 സെക്കൻഡ്. 2 സെക്കൻഡ് ആകുമ്പോൾ ആ ബോളിൻ്റെ പൊസിഷനാണ് മക്കൾസ് കാണേണ്ടത്. കണ്ടോ എന്ത് നല്ല ക്വസ്റ്റ്യൻ. പിന്നെ ട്രീറ്റ് ബേസ്ബോൾ ആസ് എ പ്രൊജക്ടൈൽ. ഈ ബേസ്ബോൾ ഒരു പ്രൊജക്ടൈലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ബേസ്ബോളിന് ഒരു പ്രൊജക്ടൈലായി കൺസിഡർ ചെയ്യാനും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ആൻഡ് G equal to 9.8 ms/-2 എന്നും ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? കൃത്യം ഇങ്ങനെയാണ്. റിലാക്സ് ചെയ്ത് വായിക്കുക. ഒന്നുകൂടി. ഒരു ബേസ്ബോൾ ഒരു 37 മീറ്റർ പെർ സെക്കൻഡ് ഇനീഷ്യൽ വെലോസിറ്റിയിൽ 53.1 ഡിഗ്രി ആംഗിൾ വരുന്ന രൂപത്തിൽ മൂവ് ചെയ്യുന്നു. ദെൻ ചോദ്യം എന്താണ്? ടൈം 2 സെക്കൻഡ് ആകുമ്പോൾ ബോളിൻ്റെ പൊസിഷൻ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതൊരു പ്രൊജക്ടൈലായി പരിഗണിക്കാനും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൊജക്ടൈലായി പരിഗണിക്കാൻ പറഞ്ഞാൽ പ്രൊജക്ടൈലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഏത് പൊസിഷനിലാന്ന് ചോദിച്ചാൽ നമുക്ക് എക്സ് ആക്സിസിലെ പൊസിഷനിലാണോ വൈ ആക്സിലെ പൊസിഷനിലാണോ എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. എക്സിലെ പോയിന്റ് എവിടെ, വൈ ആകുമ്പോഴുള്ള പോയിന്റ് എവിടെ, അത് 2 പോയിന്റും സെപ്പറേറ്റ് ചെയ്ത് നാം കണ്ടുപിടിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ V0x ആണ് നാം കാണാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, V0x ആണ് നാം കണ്ടുപിടിക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് V0 cos theta ഹോറിസോണ്ടൽ കമ്പോണന്റ് ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് പ്രൊജക്ടൈൽ കേസ് നന്നായി ശ്രദ്ധിക്കണം. സോ V0 cos theta 0 that is equal to what is the value of V0? 37. Then cos what is theta 0? 53.1. Okay, that is equal to എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 37 cos 53.1 ആൻസർ വരുന്നത് 22.2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒന്ന് ചെയ്തു നോക്കൂട്ടോ, കറക്റ്റ് ആണോ നോക്കൂ. യെസ്, അതോടുകൂടി V0x നമുക്ക് കിട്ടി. ഇനി നമുക്ക് ആ പൊസിഷൻ കാണണം. ആ എക്സാക്ട് ആ സമയത്തുള്ള പൊസിഷൻ കാണണം. വി നോ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഏത് സമയത്തുള്ള ഇനീഷ്യൽ V0 ആകുന്ന സമയത്തുള്ള V0 ഇൻറ്റു ടി. ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് V0x? സോറി, V0x എന്ന് കൊടുത്തോളി, നല്ല കുറച്ചുകൂടി ക്ലിയർ. V0x, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് V0x? കിട്ടി 22.2 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇൻറ്റു ഏത് ടൈം ആകുമ്പോൾ t ഈക്വൽ ടു 2 സെക്കൻഡ്. സോ ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 44.4 മീറ്റർ എന്ന ആൻസർ കിട്ടും. അതോടുകൂടി ഈ എക്സിൻ്റെ സിറ്റുവേഷനിലുള്ള എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് 44.4 മീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇത്രയും ക്ലിയർ ആണ്, ഡൗട്ട് ഒന്നുമില്ലല്ലോ.
യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? y കാണണം. ഇതുപോലെ v0 y കാണണം. നമുക്ക് നോക്കാം. v0 y ആണ് നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. തുടങ്ങാം. എങ്ങനെ? This is cos theta. Then another yes, vertical and horizontal. മറക്കരുത്. v0 sin theta 0. v0 sin theta 0. That is equal to, പറയോ, what is the value of 0? 37. Initial value of 37 തന്നെയാണല്ലോ. 37 into sin theta എത്രയാണടാ? theta എത്രയാണ്? 53.1 എന്നല്ലേ പറഞ്ഞത്? യെസ്, കറക്റ്റ്. 53.1 തന്നെയാണ്. 53.1. സോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ മക്കൾസ്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. എത്ര ആൻസർ കിട്ടുന്നത് നോക്കൂ. യെസ്, ആൻസർ 29.6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണോ? അതും കിട്ടി. ഇനി എന്ത് ചെയ്യണം? y കാണണം. x കണ്ടു, ഇനി y കാണണം. y എങ്ങനെ കാണും? അവിടെയാണ്. ഇത് ഉപയോഗിച്ചാൽ കിട്ടുമോ? ഇല്ല. കാരണം y ആക്സിസ് കാണണമെങ്കിൽ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അതാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ ഫസ്റ്റിൽ എടുത്തിട്ടുള്ള കാരണം. ഈ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനും പ്ലെയിനും രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരു മൊഞ്ചൻ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, യെസ്. പറയൂ. എക്സ് എന്താണ്? y കാണാൻ ലൊക്കേഷൻ പറയൂ. യെസ്, ദാറ്റ് ഈസ് y is equal to ut minus half gt square. x equal to s equal to ut plus half gt half at square. ഓർമ്മല്ലേ? 3 കൈനമാറ്റിക് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് v equal to u plus at, സെക്കൻഡ് വൺ v square equal to u square plus 2as, 3 s equal to ut plus half at square എന്ന് പറയുന്ന 3 ഇക്വേഷൻ ഉണ്ട്. തറോ ആക്കി പഠിക്കണം. കൈനമാറ്റിക് ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്, മറക്കരുത്. തറോ ആയിരിക്കണം. അപ്പം ഇവിടെ x equal to u, ന് പകരം ഇങ്ങനെ കൊടുത്തിട്ട് v0 y u. That means v0 initial velocity, u എന്ന് പറഞ്ഞാൽ initial velocity തന്നെയാണ്. So v0 y initial velocity, ut മൈനസ് എങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്വാർഡും ഡൗൺവാർഡും അനുസരിച്ച് സൈൻ. ഓക്കെ, സോ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ദെൻ y ഈക്വൽ ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദി v0 കിട്ടി. 20 v0 y ആണ് 29.6 ഇൻറ്റു ടി എത്രയായിരുന്നു? 2 സെക്കൻഡ് മൈനസ് ഹാഫ് ഇൻറ്റു ജി എത്ര എടുക്കാൻ പറഞ്ഞാൽ 9.8 തന്നെയാണ്. 9.8 ഇൻറ്റു വാട്ട് ഈസ് ടി? 2 സ്ക്വയർ. കണ്ടോ? ദാറ്റ് ഈസ് y, ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന ലാസ്റ്റ് ആൻസർ ദാറ്റ് ഈസ് 39.6 മീറ്റർ എന്നാണ് കിട്ടുന്നത്. യെസ്, കണ്ടോ? അപ്പോൾ എക്സും കണ്ടു, വൈയും കണ്ടു. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പൊസിഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. ഈ രൂപത്തിലുള്ള പൊസിഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എൻ്റെ മക്കൾസ് പഠിച്ചിരിക്കുന്നത് ദാറ്റ് മീൻസ് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന 2 ചാപ്റ്റർ കൂടി ക്ലബ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്നു. ഇങ്ങനെ 2ഉം 3ഉം ചാപ്റ്ററുകൾ ക്ലബ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുമ്പോൾ മക്കൾസിന് കൃത്യമായിട്ട് ഇക്വേഷനുകൾ ഏതൊക്കെയാണ് ഈ 15 ചാപ്റ്ററിലെയും ഫുൾ ഇക്വേഷൻ മൈൻഡിൽ സെറ്റ് ആയിരിക്കണം. ഞാൻ തൊട്ടു മുന്നേയുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഫസ്റ്റ് വോളിയത്തിലെ ഫുൾ ഇക്വേഷനും സെക്കൻഡ് വോളിയത്തിലെ ഫുൾ ഇക്വേഷനും അടങ്ങിയ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഫ്രീ ആകുമ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് ഈ 15 ചാപ്റ്ററിലെയും ഫുൾ ഇക്വേഷന് നിങ്ങൾക്ക് കിട്ടും. ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ വരെ അതിൽ കൊടുക്കുന്നുണ്ട്. ഫ്രീ ആകുമ്പോൾ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എത്ര മാർക്കാണെന്നറിയോ? 5 മാർക്കാണ് അന്ന് 2017 ചോദിച്ചത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 1 മാർക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഡെറിവേഷൻ 2 മാർക്ക്, ഈ ക്വസ്റ്റ്യനിൽ 2 മാർക്കും, മൊത്തം 5 മാർക്കാണ് ഈ പാർട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ദി ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് ദി സിസ്റ്റം ഈസ് കൺസേർവ്ഡ് if the forces doing work on it are conservative. ഒരു സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ ഫോഴ്സും കൺസർവേറ്റീവ് ആണ് എങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ മെക്കാനിക്കൽ എനർജി എന്ത് ചെയ്യും? കൺസേർവ്ഡ് ആയിരിക്കും, സംരക്ഷിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. ഡൗട്ടൊന്നുമില്ലല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ എ. Derive a mathematical expression to explain
വർക്ക് എനർജി തിയറം. ഡൗട്ടില്ലല്ലോ? വർക്ക് എനർജി തിയറത്തിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡെറിവേഷൻ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിലെ അടുത്ത ക്വസ്റ്റ്യൻ എന്തോ ഒരു സംഭവം ഉണ്ടായിരിക്കും, നേരത്തെ പറഞ്ഞതുപോലെ അതിലേക്കാണ് ഞാൻ വരുന്നത്. എന്നാലും നമ്മൾ ഓർത്തു വെക്കണം എന്താണ് ദാറ്റ് മീൻസ് വർക്ക് എനർജി തിയറം. മറക്കരുത്, W = ΔK എന്നതാണ് വർക്ക് എനർജി തിയറം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ദാറ്റ് മീൻസ് W = ½ mv² മൈനസ് ½ mu² എന്നതാണ്. അതായത് ഫൈനൽ കൈനറ്റിക് എനർജിയിൽ നിന്ന് ഇനീഷ്യൽ കൈനറ്റിക് എനർജി സബ്സ്ട്രാക്ട് ചെയ്താലുള്ള കോൺസെപ്റ്റാണ് വർക്ക് ഡൺ. അതായത് വർക്ക് ഡൺ കാണണമെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചാൽ മതി എന്ന് വ്യക്തമാക്കുന്നു വർക്ക് എനർജി തിയറം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. W = ΔK. W = ½ mv² മൈനസ് ½ mu². ഈ ഇക്വേഷൻ മക്കൾസ് തറവാക്കിയിരിക്കണം. ഇതിൻ്റെ ഡെറിവേഷനാണ് നിങ്ങളോട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. നിങ്ങളത് ചെയ്തു പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനിയാണ് ചോദ്യം. ഓക്കെ, ഇത്തരത്തിലുള്ള എല്ലാ ലോജിക്കൽ പരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നല്ല ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. ഇനി വരാൻ പോകുന്നത് വായിക്കട്ടെ, നല്ല ശ്രദ്ധിച്ചോളെ. എ പാർട്ടിക്കിൾ ഓഫ് മാസ് 4 കിലോഗ്രാം. ഓക്കെ, 4 കിലോഗ്രാം ഉള്ള ഒരു ബോഡി ഈസ് അറ്റ് റെസ്റ്റിലാണ് നിൽക്കുന്നത്. ഈ എക്സ്പ്ലോഡ്സ് ഇൻ ടു 3 ഫ്രാഗ്മെന്റ്, 3 കഷ്ണങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു? പൊട്ടിത്തെറിക്കുന്നു. 2 ഓഫ് ദി ഫ്രാഗ്മെന്റ്സ് ഈച്ച് ഓഫ് മാസ് m കിലോഗ്രാം. പൊട്ടിത്തെറിച്ച രണ്ടാളുടെയും മാസ് m കിലോഗ്രാം എന്നെടുക്കുക. are found to move in mutually perpendicular direction. mutually perpendicular directionil അവർ മൂവ് ചെയ്യുന്നു. ഇത് രസാറിയോ? ക്വസ്റ്റ്യനായിട്ട് കാണുമ്പോൾ ടെൻഷൻ ആവില്ല. ഇതിങ്ങനെ റിലാക്സ് ചെയ്ത് വായിക്കാം. വിത്ത് എ സ്പീഡ് ഓഫ് v m/s ഈച്ച്. രണ്ടാളുടെയും വെലോസിറ്റി v m/s ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി എനർജി released in the process of explosion. ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആ എനർജി, ടോട്ടൽ എനർജിയാണ് നമ്മോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഒരു ബോഡി പൊട്ടിത്തെറിച്ച് 3 പീസായിട്ട് മാറുന്നു. അപ്പോൾ ആ സമയത്തുള്ള പൊട്ടിത്തെറിക്കു ഡ്യൂ ടു എക്സ്പ്ലോഷൻ കൊണ്ട് സ്വതന്ത്രമാക്കപ്പെടുന്ന ഊർജം എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ ഒരു 3 മാർക്കും തന്നിന്. ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കും. ഇതൊക്കെ വളരെ ലോജിക്ക് നന്നായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ കൃത്യമായി പഠിക്കണം. നമ്മൾ ഈ സെക്ഷനിൽ പഠിച്ച ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യം മക്കൾസിന് തറോ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ദാറ്റ് മീൻസ് P3 എന്ന് പറയുന്നത്, മൂന്നാമത്തെ ടോട്ട് മൊമെൻറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം root of P1² plus P2² ആയിരിക്കും. ഇതിലാർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. അക്കോർഡിംഗ് ടു ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. എന്താണ് ഈ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത്? കൃത്യമായി പഠിക്കണം. മൊമെൻറ്റം ബിഫോർ ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ. മൊമെൻറ്റം ബിഫോർ ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ എന്ന കോൺസെപ്റ്റ് നിങ്ങളുടെ തലയിൽ ഉണ്ടായിരിക്കണം. P1ഉം P2ഉം കൂടി ആഡ് ചെയ്താൽ P3 കിട്ടും എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് നിങ്ങളുടെ തലയിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. സോ ദാറ്റ് ഈസ്
P3 ഈക്വൽ ടു നമ്മോട് പറഞ്ഞത് ഈ രണ്ട് ബോഡികളുടെയും അതായത് m കിലോഗ്രാം മാസ് വീതമുള്ള രണ്ടു ഭാഗങ്ങൾ v മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ പെർപെൻഡിക്കുലർ ആയി സഞ്ചരിക്കുന്നു. അപ്പൊ രണ്ടാളുടെയും P1 പൊട്ടിത്തെറിച്ച രണ്ടാളുകളുടെയും വെലോസിറ്റി എന്താണ്? സെയിം ആണ്, മാസ് സെയിം ആണ്, മാസും സെയിം ആണ്, m കിലോഗ്രാം, വെലോസിറ്റി v എന്ന് കൃത്യമായി തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് P? ഇനി P കാണാൻ കുറേ ഇക്വേഷൻ ഇവിടെ അറിയണം. മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ ഒരു കുട്ടി പോലും മറക്കരുത്. ദാറ്റ് ഈസ് P എന്ന് പറയുന്നത് mv ആണ്. മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ mv ആണെന്നത് മറക്കരുത്. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം. ഇതെവിടെ പഠിക്കുന്നത്? ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നു. വർക്ക് എനർജി എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. രണ്ട് ചാപ്റ്ററും കൂടി ലിങ്ക് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇതൊക്കെ. അങ്ങനെ ലിങ്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായേക്കാം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഇക്വേഷനും മക്കൾസിന് തറോ ആയിരിക്കണം. സോ ദാറ്റ് മീൻസ് കൊടുക്കല്ലേ. സോ P1 mv മൊമെന്റം. ഒന്നാമത്തെ ആളുടെ മൊമെന്റം കാണാൻ ഇക്വേഷൻ mv. മാസിനും മാറ്റല്ല, വെലോസിറ്റിക്കും മാറ്റല്ല. mvന്റെ മുകളിൽ എന്തുണ്ട്? P1ന്റെ മുകളിൽ എന്തുണ്ട്? സ്ക്വയർ. mv ഹോൾ സ്ക്വയർ, mv സ്ക്വയർ. Pull as what is P2? mv. മാസിനും മാറ്റല്ല, വെലോസിറ്റിക്കും മാറ്റല്ല, mv ഹോൾ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പറയൂ mv സ്ക്വയർ പ്ലസ് mv സ്ക്വയർ. ദാറ്റ് ഈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ √2 ഇൻറ്റു mv. mv പുറത്തെടുക്കുക. സോ റൂട്ട് സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയിപ്പോൾ 2 അവിടെ 2mv പ്ലസ് 2mv ഉണ്ടാവും. ആ mv പുറത്തേക്ക് √2. സോ √2 ഇൻറ്റു mv ആണ് P3 എന്നത് നമുക്കിവിടെ വ്യക്തമായി കിട്ടി. ക്ലിയർ ആണല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ. ഇനിയാണ് ചോദ്യം. അതൊന്നുമല്ല, കൈനറ്റിക് എനർജിയാണ് കാണാൻ പറഞ്ഞത്. ഓഹോ, കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിൽ ഇപ്പം എന്ത് ബന്ധമാണുള്ളത് എന്ന് കുട്ടി ചിന്തിക്കണം. ആ ഇക്വേഷൻ ഒരാൾ പോലും മറക്കരുത്. കൈനറ്റിക് എനർജി ഈക്വൽ ടു K ഈക്വൽ ടു കൈനറ്റിക് എനർജി മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ വ്യക്തമാക്കുന്ന ഇക്വേഷൻ എന്താ മക്കൾ? P സ്ക്വയർ ബൈ 2m. ഒരിക്കലും മറക്കരുത്. K ഈക്വൽ ടു P സ്ക്വയർ ബൈ 2m എന്ന ഇക്വേഷൻ മറക്കരുത്. P സ്ക്വയർ ഈക്വൽ ടു 2km, P ഈക്വൽ ടു √2km എന്ന ഇക്വേഷൻ. K ഈസ് ദി കൈനറ്റിക് എനർജി, m ഈസ് ദി മാസ്, P ഈസ് ദി മൊമെന്റം. അത് തറോ ആയിരിക്കണം, മറന്നു പോകരുത്. ഈ റിലേഷൻ പല പ്രാവശ്യവും പബ്ലിക് എക്സാമുകൾക്ക് പല രൂപത്തിൽ വന്നിട്ടുണ്ട്. പിയും കെയും തമ്മിലുള്ള ബന്ധം, എമ്മും കെയും തമ്മിലുള്ള ബന്ധമൊക്കെ പല പബ്ലിക് എക്സാമുകൾക്ക് ചോദിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഈ ഇക്വേഷൻ തറോ ആയി പഠിക്കണം. കൈനറ്റിക് എനർജിയാണ് കാണാൻ പറഞ്ഞത്. സോ എനർജി എങ്ങനെ കൈനറ്റിക്കാന്ന് മനസ്സിലായതെന്നും പറയണ്ടല്ലോ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. സോ നമുക്കിവിടെ കൈനറ്റിക് എനർജി, ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ തുടങ്ങല്ലേ. സോ ഒന്നാമത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജി P1 സ്ക്വയർ ബൈ P സ്ക്വയർ ബൈ 2m. ഈ ഇക്വേഷൻ ആണ് എടുക്കുന്നത്. സോ P1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. ഒന്നാമത്തെ ബോഡിയുടെ മാസ് മാറ്റല്ല, m തന്നെയാണ്. P1 ഒക്കെ സെയിം ആണ്, ഒക്കെ റെഡിയാണ്, കറക്റ്റ്. പുള്ളാസ് രണ്ടാമത്തെ ബോഡി P2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. അതിനും ഒരു മാറ്റല്ല, രണ്ടും സെയിം ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ബോഡി ടോട്ടൽ എനർജിയാണ് നമ്മൾ ചോദിച്ചത്. P1ഉം P2 കൊണ്ട് ഇനി മൂന്നാമത്തെ കേസ്. സോ ദാറ്റ് ഈസ് P3. ഇപ്പൊ നമ്മൾ തൽക്കാലം P3 സ്ക്വയർ എഴുതാട്ടോ. So that is P3 square divided by 2 into m മാസ്. മൂന്നാമത് ഒന്ന് പൊട്ടി രണ്ടും കൂടി കൂട്ടി ചേർന്ന് എന്താ വരിക? m പ്ലസ് m. അയാക്കു m, ഇയാക്കു m. അപ്പൊ ടോട്ടൽ മാസ് m പ്ലസ് m 2m. So that is 2m. So that is K equal to P1 square. What is P1? P1 square എന്താണ്? P1 square എന്താണ്? Yes, mv whole square divided by 2m. പ്ലസ് ഇയാൾക്കും അങ്ങനെ തന്നെ അല്ലേ? mv whole square divided by 2m പ്ലസ് what is P3? P3 ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. √2mv ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into 2m എന്ന് പറഞ്ഞാൽ 4. അങ്ങനെ തന്നെ നോട്ടല്ലേ. 2 into 2m 2 into 2m എന്തായാലും കട്ട് ചെയ്യാനുള്ളതാണല്ലോ. സോ ദാറ്റ് ഈസ് K ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യൂ, m സ്ക്വയർ v സ്ക്വയർ ബൈ
2m. Okay, plus m square v square by 2m plus root 2 ന്റെ സ്ക്വയർ എന്ന് എന്താണ് 2 m square v square by 2 into 2m. Okay, k, yes, k equal to, yes, cat, oh, oh, yes, that is cat, oh, yes, cat, oh, remaining term, that is ഇവിടെ ഒരു m ബാക്കിയുണ്ട്, ഇവിടെ mv സ്ക്വയർ ബൈ 2 ഹാഫ് mv സ്ക്വയർ തന്നെയല്ലേ, പ്ലസ് ഇവിടെയും m കട്ട് ചെയ്തു mv സ്ക്വയർ ഹാഫ് mv സ്ക്വയർ പ്ലസ് ഇവിടെയും ഇവിടെ ഒരു ഹാഫ് ബാക്കിയുണ്ട്, ഇവിടെ ഒരു m ബാക്കിയുണ്ട് mv സ്ക്വയർ, ഓ ഹാഫ് mv സ്ക്വയർ. സോ ഹാഫ് mv സ്ക്വയർ പ്ലസ് ഹാഫ് mv സ്ക്വയർ പ്ലസ് ഹാഫ് mv സ്ക്വയർ എന്ത് രസകരമായിട്ടാണ് ചെയ്യുന്നത്. k equal to, that is 3/2 mv square. This is the kinetic energy. So 3/2 mv square is the answer. കാരണം ഇങ്ങനെയാണ് നല്ല രസകരമായി ചോദ്യം കൂടി കേൾക്കുമ്പോൾ നിങ്ങൾ ഓ മൈ ഗോഡ് എന്നിട്ട് നിങ്ങൾ ഒഴിവാക്കും. പക്ഷേ വീണ്ടും റിലാക്സ് ചെയ്ത് വായിക്കുക. മാത്രമല്ല ഈ റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഇക്വേഷൻ മക്കൾസിന് തൊറോ ആയിരിക്കണം, അടിപൊളിയാക്കി പഠിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ സെക്ഷനിൽ ഞാൻ ഇത്രയും കോംപ്ലിക്കേറ്റഡ് പാട്ടുകളാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, രണ്ടാമത്തത് ഇതിലെ പാട്ടാണ് ഈ ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പാട്ടുകളാണ്. ഈ ഇക്വേഷൻ kയും p²/2m കൈനറ്റിക് എനർജി ഈ റിലേഷന് ഇതിൽ കൊടുത്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയണം. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഈ എക്സ്പ്ലോഷൻ്റെ മുമ്പ് ഉള്ള സിറ്റുവേഷൻ എന്താണ്, പാർട്ടിക്കിൾ വാസ് അറ്റ് റെസ്റ്റ്, അതുകൊണ്ട് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും 0 ആയിരിക്കും എന്നത് പ്രത്യേകം നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ നമ്മളോട് ടോട്ടൽ എനർജിയാണ്, ടോട്ടൽ എനർജി 3/2 mv സ്ക്വയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ നന്നായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എ റിംഗ് ഓഫ് മാസ് m, റിംഗ് അപ്പം തന്നെ റൊട്ടേഷൻ m ആൻഡ് റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ r റോൾസ് ഓവർ എ ഹൊറിസോണ്ടൽ സർഫസ്. ഒരു റിങ് ഹൊറിസോണ്ടൽ സർഫസിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ എ, ഫൈൻഡ് ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി റിംഗ് അബൌട്ട് ഇറ്റ്സ് ഡയാമീറ്റർ. ഡയാമീറ്റർ കേസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യയാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷൻ വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, തെളിയിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾക്കറിയുന്ന കാര്യമുണ്ട്, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ ആൻഡ് ഇറ്റ്സ് പ്ലെയിൻ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് I equal to mr² ആണ് എന്നത് മക്കൾസിന് കൃത്യമായിട്ട് അറിയാം. I equal to mr² ആണ് എന്നത് നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. എപ്പം, ദാറ്റ് മീൻസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ അറ്റ് ഇറ്റ്സ് സെന്റർ. ആ കേസിൽ mr² ആണെന്നറിയാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് രണ്ട് തിയർ ഉണ്ട്, പെർപെൻഡിക്കുലർ ഉണ്ട്, പാരലാക്സിസ് തിയർ ഉണ്ട്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള തിയറം ഏതാണോ നോക്കുക അത് നിങ്ങൾ അപ്ലൈ ചെയ്യാം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയുന്നത് എന്തായിരുന്നു, ദാറ്റ് ഈസ് iz ഈക്വൽ ടു ix പ്ലസ് iy എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാരലാക്സിസ് തിയറം ആണെങ്കിൽ എന്താണ്, I equal to ICM plus ma² എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പാരലൽ ആക്സിസ് ആണോ പെർപെൻഡിക്കുലർ ആണോ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് നോക്കുക, അത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മുടെ ഒരു റിങ്ങിൻ്റെ പെർപെൻഡിക്കുലർ കേസ് ആകുമ്പോൾ അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. റിങ് ഇങ്ങനെയുള്ള റിങ്ങിൻ്റെ പെർപെൻഡിക്കുലർ കേസ് എന്ന് പറയുമ്പോൾ ഈ രൂപത്തിലല്ല ഉള്ളത്. ഈ സമയത്ത് എന്താണ് ഇക്വേഷൻ mr² ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡയാമീറ്റർ നമുക്ക് എന്ത് ചെയ്യണം, തെളിയിച്ചു കൊടുക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു perpendicular equation പറയൂ. So I equal to ix plus iy എന്നല്ലേ. So id plus id, that is what is, എന്തുകൊണ്ട് രണ്ടും id കൊടുക്കാനുള്ള കാരണം എന്താണ്, രണ്ടും ഞാൻ id കൊടുക്കാനുള്ള കാരണം എന്താണ്, ദാറ്റ് മീൻസ് എക്സ് ആക്സിസിലും ഒരു റിംഗ് ഇതാണെങ്കിൽ ആ റിങ്ങിലൂടെ കടന്നു പോകുന്ന എക്സ് ആക്സിസിലൂടെയുള്ള ഈ ലൈനും വൈ ആക്സിസിലൂടെയുള്ള ഈ ഡയാമീറ്ററും എല്ലാം എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ട് ഡയാമീറ്റർ എന്ത് ചെയ്തത്, സെയിം ആക്കി കൊടുത്തിട്ടുള്ളത് എന്നത് പ്രത്യേകം നിങ്ങൾ ഓർത്തു വെക്കാം. സോ IZ ഈക്വൽ ടു, നമ്മൾ ഇക്വേഷനൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ, IZ ഈക്വൽ ടു IX പ്ലസ് IY എന്നതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു
ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ഐ സെഡ് ഈക്വൽ ടു രണ്ടും സെയിം ആണ്, അതുകൊണ്ടാണ് ഐ ഡി പ്ലസ് ഐ ഡി എന്ന് കൊടുത്തിട്ടോ. സോ ഇനി ഐ ഡി പ്ലസ് ഐ ഡി കൊടുക്കല്ലേ. സോ 2id ഐ ഈക്വൽ ടു നീതിയാൽ മതിയല്ലോ, ഐ 2id. സോ വാട്ട് ഈസ് ഐ ഡി ഈക്വൽ ടു? ഐ ഡി ഈക്വൽ ടു വാട്ട്? ഐ ബൈ 2. വാട്ട് ഈസ് ഐ? mr square divided by 2. This is the equation. Okay, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി റിംഗ് അബൌട്ട് ഇറ്റ്സ് ഡയാമീറ്റർ. കറക്റ്റ് അല്ലേ? mr²/2 അല്ലേ? പർപെൻഡിക്കുലർ ആകുമ്പോൾ mr²ഉം ഡയാമീറ്റർ കേസ് പരിഗണിക്കുമ്പോൾ mr²/2 ആണെന്നതും തെളിയിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ NCERT പുസ്തകത്തിൽ നിങ്ങൾക്ക് പേജ് നമ്പർ 186, 166, 167 പേജുകളിലൊക്കെ നിങ്ങൾക്ക് ഒരു 2-3-4 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായി ചെയ്തു പഠിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോലെ തന്നെ ഒരു ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇതിൻ്റെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക. ആദ്യത്തൊക്കെ വളരെ ഈസിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദി കേസ് ഓഫ് ദിസ് റിംഗ് ഷോ ദാറ്റ് ബോത്ത് ദി ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാവ് ദി സെയിം വാല്യൂ. ഈ റിങ്ങിൻ്റെ കേസിൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും ഈക്വൽ ആണ് എന്നു നാം തെളിയിക്കാൻ പോവുകയാണ്. അതാണ് ചോദ്യം. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു നല്ല നല്ല സുന്ദരമായ ലോജിക്കൽ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്യണം, നമ്മളത് ഒഴിവാക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം. ട്രാൻസ്ലേഷണലും വേണം, റൊട്ടേഷണലും വേണം. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷന് എല്ലാവർക്കും അറിയാലോ. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എല്ലാ മക്കൾസിനും അറിയില്ലേ? 12 mv² ആണ് എന്നത് അറിയാം. അപ്പോൾ ഇനി നമുക്ക് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനും 12 mv² എന്ന് കിട്ടണം. അപ്പോൾ അത് തെളിയിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. സോ നമുക്ക് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ 12 എമ്മിന് പകരം റൊട്ടേഷനിൽ ഐ, വിക്ക് പകരം ഒമേഗ. വി ഇസ് ദ ലീനിയർ വെലോസിറ്റി, റൊട്ടേഷൻ ആകുമ്പോൾ ആംഗുലാർ വെലോസിറ്റി. ക്ലിയർ? ഈ കേസിൽ വാട്ട് ഈസ് ഐ? റൊട്ടേഷണൽ കേസിൻ്റെ ഐ എന്താണെടാ? ഐ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണ്? ദാറ്റ് ഈസ് mr² ആണ് അല്ലേ? mr² ആണ്. ദെൻ അടുത്തത് പിന്നെ ഒമേഗ എന്തോ, ഒമേഗ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഒമേഗ എന്താണ്? V by R, V equal to R omega, V equal to R omega, V equal to R omega. മാറാക്കരുത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. V equal to R omega പല പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നതാണ്. അത് റെഡി ആയിരിക്കണം, തറോ ആയിരിക്കണം. സോ ദാറ്റ് മീൻസ് ഈ ഇക്വേഷനിൽ കൊടുത്തു നോക്കൂ, ഈ വാല്യൂസ് ഇക്വേഷനിൽ കൊടുത്തു നോക്കൂ. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി റൊട്ടേഷൻ, കൈനറ്റിക് എനർജി റൊട്ടേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പറയൂ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു വാട്ട് ഈസ് ഐ? mr² ഇൻറ്റു വാട്ട് ഈസ് ഒമേഗ? വി ബൈ ഒരേ ആറ് കൊടുക്കണേ. സോ ദാറ്റ് ഈസ് V by R. Okay, so V by R. So V by R അതിൻ്റെ മോൾ എന്തുണ്ട്? Whole square. So kinetic energy rotation that is equal to half into mr² into bracket open ചെയ്യൂ V² divided by R². Oh yes. Oh yes, correct. That is kinetic energy rotation that is equal to half ഇവിടെ m വാക്കിണ്ട് mv². Yes, correct. Yes, okay, yes, that is equal to. So ഇവിടെ ഞാൻ ക്യാപിറ്റൽ എം എടുത്തു, അതുകൊണ്ട് ഇതും ക്യാപിറ്റൽ എം ആയി എടുക്കണം. ഓക്കെ, സ്മോൾ ആണ്, സ്മോൾ. ഓക്കെ, റെഡി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് mv². സോ നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞത് എന്താണ്? കൈനറ്റിക് എനർജി, ഇത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും ഈക്വൽ ആണെന്നാണ്. ട്രാൻസ്ലേഷൻ ഹാഫ് mv² കിട്ടി, ദെൻ റൊട്ടേഷണൽ ഹാഫ് mv² കിട്ടി. നമ്മൾ ഈക്വൽ ആണെന്ന് തെളിയിച്ചു. ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇൻ translatory motion angular momentum dash
ഓപ്ഷനൊക്കെ ഉണ്ട്. ഈസ് ഓൾവേസ് 0, ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1, മേ ബി പ്രസൻറ്റ്, ഈസ് ഓൾവേസ് ഇൻഫൈനൈറ്റ് എന്ന് പറയുന്ന 3 ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്ലേറ്ററി മോഷനിൽ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും? എപ്പോഴും 0 ആയിരിക്കോ, എപ്പോഴും 1നേക്കാൾ കൂടുമോ, അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടായിരിക്കോ, ഈസ് ഓൾവേസ് ഇൻഫൈനൈറ്റ് ആയിരിക്കോ, അല്ലെങ്കിൽ മേ ബി പ്രസൻറ്റ് ആയിരിക്കോ, ഉണ്ടായിരിക്കാം എന്നതാണോ? ഏതാ കറക്റ്റ് ഓപ്ഷൻ? ഉണ്ടായിരിക്കാം. മേ ബി, ദാറ്റ് ഈസ് ദി മേ ബി പ്രസൻറ്റ്, ദാറ്റ് ഈസ് ദി ആൻസർ. അതുകൂടി ഈ കൂട്ടത്തിൽ ഓർത്തു വെക്കണം. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട്? ട്രാൻസ്ലേഷൻ മോഷനിൽ ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകം ഓർക്കണം. അതായത് നമ്മൾ പാരലൽ ആക്സിസ് തിയറം ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയുന്ന തിയറം നല്ലോണം തുറയിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് ഒക്കെ മക്കൾസിന് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞ പേജൊക്കെ എടുത്തു നോക്കുക. NCERT പുസ്തകത്തിലെ പ്രോബ്ലംസ് പരമാവധി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ആ ടേബുലാർ കോളം ഉണ്ടല്ലോ, ഏത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വ്യക്തമാക്കുന്ന ടേബുലാർ കോളം, ഞാൻ എൻ്റെ പണ്ട് ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമായി കാണിച്ചു. ഞാൻ പറഞ്ഞ നേരത്തെ ഇക്വേഷൻ്റെ ഭാഗത്ത് എന്നിരുന്നാലും കാണിക്കാണ്. പേജ് നമ്പർ 165 ഈ ടാബുലാർ കോളം എൻ്റെ മക്കൾസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാനത് ഓരോന്നിൻ്റെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുകൂടി വളരെ വ്യക്തമായി പഠിക്കണം. ചില വർഷങ്ങളിൽ ഡയറക്റ്റ് ആയിട്ട് പോലും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താണെന്ന് ചോദിച്ചിട്ട് 1 മാർക്കിന് 1 വേർഡായി ചോദിച്ചിട്ടുണ്ട്. അതുകൂടി എല്ലാം 8 എണ്ണത്തിൻ്റെ പറയുന്നത് 8ൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എല്ലാ കേസും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, യെസ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് വർക്കൗട്ട് ചെയ്യാം. സ്റ്റാൻഡിംഗ് വേവ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദി എയർ കോളം ഓഫ് പൈപ്പ്. വായു നിറഞ്ഞ കുഴലുകൾ സ്റ്റാൻഡിംഗ് വേവുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. Question number 1. Standing waves produced in an open pipe contains. അപ്പോൾ ഈ ഓപ്പൺ പൈപ്പ് സിറ്റുവേഷനുകളിൽ സ്റ്റാൻഡിംഗ് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്റ്റാൻഡിംഗ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഓപ്പൺ പൈപ്പ് കണ്ടെയ്ൻസ് ഡാഷ്. ഓപ്ഷൻ ഉണ്ട്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓൺലി, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി മാത്രമേ ഉണ്ടാക്കുള്ളൂ. 2, ഓഡ് ഹാർമോണിക്സ് ഓൺലി. രണ്ടാമത്തത് ഈവൻ ഹാർമോണിക്സ് ഓൺലി. ഓഡ് ഹാർമോണിക്സ് ഈവൻ ഹാർമോണിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഞാൻ പറയണ്ടല്ലോ. പിന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തതുപോലെ എൻ്റെ വേവ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഒന്ന് കാണണേ, മറക്കരുത്. നെക്സ്റ്റ്, ഓൾ ഹാർമോണിക്സ്. ഇങ്ങനെ 4 ഓപ്ഷനാണ്. ഓപ്പൺ പൈപ്പ് സിറ്റുവേഷനിൽ എന്താണ്? ഓൾ ഹാർമോണിക്സ് ആണ് ഓപ്ഷൻ എന്നത് പ്രത്യേകം ഓർത്തു വെക്കുക. രണ്ടാമത്തത്, വിച്ച് ഹാർമോണിക് മോഡ്സ് ഓഫ് ദി പൈപ്പ് ഈസ് resonantly exerted by 1.1 kilohertz in an open pipe of length 30 centimeter, velocity of sound 330 meter per second എന്നും തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നത്? വെലോസിറ്റി തന്നിട്ടുണ്ട്, 330 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രീക്വൻസി തന്നിട്ടുണ്ടല്ലോ, എവിടെ ഒന്ന് കണ്ടല്ലോ, റെസൊണന്റ്ലി എക്സൈറ്റഡ് ബൈ 1.1 കിലോ ഹെർട്സ്. കിലോ ഹെർട്സ് ആണ് ഫ്രീക്വൻസി. 1.1 കിലോ ഹെർട്സ് എന്നാണ് തന്നത്. ഇതെന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. 1100 ഹെർട്സ് എന്ന് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ദെൻ പിന്നെന്താ തന്നത്? ലെങ്ത് തന്നിട്ടുണ്ടല്ലോ. യെസ്, ലെങ്ത് തന്നിരിക്കുന്നത് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ ആണ്. കൺവേർട്ട് ചെയ്യണം. 30 × 10⁻⁻² മീറ്റർ എന്ന് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇനി എന്താ കാണാൻ പറഞ്ഞത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. 30 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള 2 അറ്റം ഓപ്പൺ ആയിട്ടുള്ള ഒരു കുയലാണ്. അതിൻ്റെ വായുബത്തെ 1.1 കിലോ ഹെർട്സിൽ വെച്ച് റെസണേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഏത് ഹാർമോണിക് മോഡിലായിരിക്കും ഉണ്ടാവുക? എത്രാമത്തെ ഹാർമോണിക് മോഡിലാണ് ഉണ്ടാവുക? അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറയുന്നുണ്ട് ഏത് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ആണെങ്കിലും ക്ലോസ്ഡ് ആണെങ്കിലും ഉള്ള ഇക്വേഷൻ വ്യക്തമായി പഠിച്ചിരിക്കണം. ഈ സിറ്റുവേഷനിലെ ഇക്വേഷൻ എന്താണ്? F=NV/12L എന്നാണ് കാണേണ്ടത്. N ആണ് എത്രാമത്തെ എന്നാണ് കാണേണ്ടത്. So N = that is F2L divided by V. Values apply ചെയ്യൂ മക്കൾസ്. What is F? 1100 into 2 into what is L? 30 into 10⁻², all divided by velocity 330. ഇതൊന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ.
കാൽക്കുലേറ്റർ അടിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 2 എന്ന് നിങ്ങൾക്ക് കിട്ടും. സോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 2 എന്നായിരിക്കും ആൻസർ. സോ ദാറ്റ് ഈസ് n = 2 മീൻസ് എന്താണ്? n = 2 എന്ന് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യെസ്, ദാറ്റ് ഈസ് സെക്കൻഡ് ഹാർമോണിക്സ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. n = 2 എന്നാണ് കിട്ടിയതെങ്കിൽ അതുകൊണ്ട് ആൻസർ സെക്കൻഡ് ഹാർമോണിക് എന്നാണ് ഇതിൻ്റെ മീനിങ് എന്നത് പ്രത്യേകം നിങ്ങൾ ഓർത്തു വെക്കണം. ഓക്കെ, റെഡി? ക്ലിയർ? യെസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇഫ് ആൻ ഓപ്പൺ പൈപ്പ് പ്രൊഡ്യൂസസ് എ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എഫ് ഇൻ എയർ. ഓഹോ, അടിസ്ഥാന പ്രവൃത്തി അല്ല ആവൃത്തി, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, എഫ് ആണല്ലോ. അപ്പോൾ പിന്നെ ഇനി മറന്നിട്ടോ, ദി ഫണ്ടമെന്റൽ ഫ്രീക്വൻസി പ്രൊഡ്യൂസ്ഡ് ബൈ ദി സെയിം പൈപ്പ് ഡിപ്ഡ് ഹാഫ് ഇൻ വാട്ടർ. വെള്ളത്തിൽ ലേശം പകുതി താഴ്ത്തി വെച്ചാൽ അപ്പോഴുള്ള ഫ്രീക്വൻസി എന്താണ്? നിങ്ങൾക്ക് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് ചേഞ്ച് ചെയ്യുമോ? ഇല്ല. സോ എഫ് ആണ് തന്നിരിക്കുന്നത്. സോ ആൻസർ എഫ് ആണ്. ഓപ്ഷനൊക്കെ ഉണ്ട്, F/2, 2F, നോ ഹാർമോണിക്സ് ഇൻ പ്രൊഡ്യൂസ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആൻസർ എന്താ? എഫ് ആണെങ്കിൽ ആൻസർ എഫ് തന്നെ ആണ്. സോ ആൻസർ ഈസ് എഫ്. ഓക്കെ, സോ അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ചാപ്റ്ററിലും എൻ്റെ മക്കൾസോട് എനിക്ക് പറയാനുള്ളത്, കൃത്യമായിട്ട് ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്ന സിറ്റുവേഷൻസ് കൃത്യമായിട്ട് അവിടെ പഠിച്ചിരിക്കണം. ഇതിൻ്റെ ഒരുപാട് പ്രോബ്ലംസ് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇതെന്ന് പ്രത്യേകം നിങ്ങൾ ഓർക്കണം. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നാം ചർച്ച ചെയ്തത് 2017 ഇംപ്രൂവ്മെൻറ്റിലെ ചില സെലക്ട് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസുകളാണ്. എല്ലാവരും നന്നായിട്ട് വീണ്ടും കാണുക, നന്നായിട്ട് പഠിക്കുക. കഴിഞ്ഞ 2 ക്ലാസ്സിൽ ചർച്ച ചെയ്ത പാർട്ട് 1 ആൻഡ് പാർട്ട് 2 കൃത്യമായിട്ട് കാണുക. ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൽ നല്ല മാർക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.